ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് കുറച്ച് എക്സ്ട്രാ സ്കിൻ കെയർ ചെയ്യാം. ഓക്കെ, ഞാനൊരു ട്രിപ്പ് കഴിഞ്ഞ് വന്നേ ഉള്ളൂ. അപ്പോൾ സ്കിന്ന് വല്ലാണ്ട് ടയേർഡാണ്. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് കുറച്ച് കെയർ ഇന്ന് കൊടുക്കാമെന്നുള്ളത്. ഞാൻ കഴിഞ്ഞ ദിവസം മൂന്നാർ പോയിരുന്നു കേട്ടോ. എന്ത് രസമുള്ള സ്ഥലമാണ്. ഞാൻ ആദ്യമായിട്ടാണ് മൂന്നാർ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അവിടെ നിന്നൊരു എസെൻഷ്യൽ ഓയിൽ പർച്ചേസ് ചെയ്തു. ഞങ്ങൾ ടീ ഫാക്ടറി പോയപ്പോൾ കണ്ടതാണ്. എസെൻഷ്യൽ ഓയിൽ നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാം. ഞാനിവിടെ സ്കിൻ കെയറിലാണ് ഇൻകോപ്പറേറ്റ് ചെയ്യുന്നത്. ഇത് ഗ്രേപ്പ് സീഡ് ഓയിലാണ് കേട്ടോ. ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത്. ഇത് ഞാൻ കുറച്ച് നമ്മുടെ വെളിച്ചെണ്ണയിൽ മിക്സ് ചെയ്തിട്ട് ഫേസിലൊന്ന് മസാജ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ ഗ്രേപ്പ് സീഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്കിൻ കെയറിലും ഹെയർ കെയറിലും ഉപയോഗിക്കാം കേട്ടോ. ഇതാണ് കേട്ടോ ഇതിൻ്റെ മിക്സിങ് പാർട്ട്. എനിക്കിങ്ങനെ എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പുറമേന്ന് ഞാൻ ചിരിക്കുകയാണെങ്കിലും അകത്ത് പ്രാർത്ഥനയാണ്, ഈശ്വര ഇതൊന്നും മുഖക്കുരു വരുത്തല്ലേ എന്ന് പറഞ്ഞിട്ട്. മൂന്നാറിലെ എൻ്റെ പർച്ചേസിങ് എസെൻഷ്യൽ ഓയിലിൽ നിന്നില്ല. ഈ ഒരു സംഭവം കൂടെ ഞാൻ വാങ്ങിയിട്ടോ. ഈ മസാജർ ഞാൻ പർച്ചേസ് ചെയ്തത് ഒരു 80 റുപ്പീസ് ആയി കാണും. ഇത് വെച്ച് നമുക്ക് ഫേസ് ഒക്കെ മസാജ് ചെയ്യാം. ഫേസ് മസാജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്കിന്നിൻ്റെ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ സ്കിന്നിലെ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ആയി കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ നല്ല ഹെൽത്തി ആയിട്ടിരിക്കും. പിന്നെ ഞാനിതിൽ എക്സ്പേർട്ട് അല്ല, പക്ഷെ ഞാൻ പഠിച്ചിട്ടുള്ള കാര്യം നമ്മൾ ഫേസ് എപ്പോഴും മസാജ് ചെയ്യുമ്പോൾ അപ്വേർഡ് ഡയറക്ഷനിലാണ് ചെയ്യേണ്ടത്. അതാണ് ഫേസിന് കുറച്ചും കൂടെ നല്ലതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടാം. ഒരു 15 മിനിറ്റ്സിൻ്റെ മസാജിന് വേണ്ടിയിട്ടാണ് ഇരുന്നത്, പക്ഷേ ഭയങ്കര സുഖമായിരുന്നു. നെക്സ്റ്റ് സ്റ്റെപ്പ് ഫേസ് വാഷ്. ഞാൻ ഉപയോഗിക്കുന്ന ബയോക്യൂൾ എന്ന് പറഞ്ഞ സാലിസിലിക് ആസിഡിൻ്റെ ഫേസ് വാഷാണ്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻറ്റ് സാലിസിലിക് ആസിഡ്, സിങ്ക്, പിന്നെ സീക്ക എന്ന് പറഞ്ഞിട്ട് ഡിറൈവ് ചെയ്തിരിക്കുന്ന നാച്ചുറൽ പ്രോഡക്ട്സിൽ നിന്നാണ് കേട്ടോ. കൺസിസ്റ്റൻസി ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള ഫോമി ജെല്ലാണ്. ഇതിൻ്റെ സോഴ്സസ് നാച്ചുറൽ ആയതുകൊണ്ട് എൻ്റെ ആക്നിക്ക് നല്ല കുറവ് വരുത്തിയിട്ടുണ്ട് ഈ ഫേസ് വാഷ് ഉപയോഗിക്കുമ്പോൾ. ഫേസിൻ്റെ എക്സസ് സീബം പ്രൊഡക്ഷൻ ഇത് കുറയ്ക്കും, പിന്നെ ഇൻഫ്ലമേഷനും കുറയ്ക്കും. ഒരു ക്ലീൻ ടവൽ അല്ലെങ്കിൽ ടിഷ്യൂ വെച്ച് ഫേസ് ഒന്ന് ഡ്രൈ ചെയ്യാം. എന്നിട്ട് അടുത്ത സ്റ്റെപ്പിലോട്ട് കിടക്കാം. അടുത്തത് ഞാൻ ഉപയോഗിക്കുന്ന ബയോക്യൂൾ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ തന്നെ സ്പോട്ട്ലെസ് സീറമാണ്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആർബുറ്റിൻ, ഫൈറ്റോൾ ആൻഡ് വൈറ്റമിൻ സി. അത് എടുത്തിരിക്കുന്ന ബെയർബെറി, ബിഡൻസ് പിലോസ, പിന്നെ കക്കാഡു പ്ലം എന്ന് പറഞ്ഞ പ്ലാന്റ്സിന്നാണ്. എനിക്ക് നാച്ചുറൽ പ്രോഡക്ട്സ് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. അത് ഈ ഫേസ് വാഷും സീറമും ഉപയോഗിക്കും നമുക്ക് കാണുന്നുണ്ട്. ട്രൈ ചെയ്യുമ്പോഴും ഭയങ്കര നോൺ സ്റ്റിക്കി ആയിട്ടുള്ള ഫീലാണ്. പിന്നെ ഒരു നാച്ചുറൽ ഗ്ലോ, ഒരു സപ്പിൾനെസ് ഉണ്ടാവും സ്കിന്നിന്. അത് നിങ്ങൾക്ക് കാണാനും പറ്റുന്നുണ്ടാവും ഇതിൽ. ഈ സീറം ശരിക്കും ഞാൻ ഉപയോഗിക്കുന്ന എൻ്റെ ആക്നിയുടെ ഡാർക്ക് സ്പോട്ട്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു നാച്ചുറൽ ഗ്ലോയും പിന്നെ ഒന്ന് സ്കിൻ ടോൺ ഈവൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതെല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ടബിൾ ആണ് കേട്ടോ. ഇനി അടുത്ത സ്റ്റെപ്പാണ് മോയ്സ്ചറൈസർ. ഞാൻ എൻ്റെ ഫേവറേറ്റ് മോയ്സ്ചറൈസറാണ് കേട്ടോ ഇത്, സെറാവയുടെ. ഞാൻ ബ്രാൻഡ്സ് ഇടയ്ക്കിടയ്ക്ക് മാറ്റിക്കൊണ്ടിരിക്കും, പക്ഷേ ഇത് കുറച്ച് കാലമായി ഞാൻ മാറ്റിയിട്ടില്ല. ഇതിൻ്റെ കൺസിസ്റ്റൻസി പക്ഷേ ഭയങ്കര തിക്കാണ് കേട്ടോ. മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പാണ് സൺസ്ക്രീൻ. സൺസ്ക്രീൻ എത്ര ഉപയോഗിച്ചാലും മതിയാവില്ല. ഞാൻ സൺസ്ക്രീൻ ഒരു 4 വർഷമായിട്ട് എവറി സിംഗിൾ ഡേ ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾ ഈ സൺസ്ക്രീൻ ഉപയോഗിച്ചില്ലെങ്കിലും ഏതെങ്കിലും സൺസ്ക്രീൻ ഉപയോഗിക്കണം. സൺസ്ക്രീൻ ഉപയോഗിക്കാണ്ട് പുറത്തിറങ്ങരുത്. നമ്മുടെ സ്കിന്നിന് ഭയങ്കര ഹാംഫുള്ളാണ്. ഇത് ഞാൻ ഫാർമസി പ്രോഡക്റ്റ് ആയതുകൊണ്ട് ഫാർമസിയിൽ നിന്നാണ് കേട്ടോ പർച്ചേസ് ചെയ്തത്. അപ്പോൾ അതായിരുന്നു നമ്മുടെ സ്കിൻ കെയർ. ആക്ച്വലി സ്കിൻ ഇറ്റ് ഫീൽസ് പ്രിറ്റി ഗുഡ് റൈറ്റ് നൗ. ഞാൻ പറ്റുന്ന പ്രോഡക്ട്സിൻ്റെ ലിങ്കൊക്കെ താഴെ ആഡ് ചെയ്യാം. പിന്നെ ചിലതൊന്നും ആഡ് ചെയ്യാൻ പറ്റില്ല, കാരണം ഞാൻ പുറമേ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് ഏതാണെന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ. സ്കിൻ കെയർ എല്ലാവർക്കും പ്രത്യേകം യുണീക്നെസ് ആയിട്ടാണ് എടുക്കാറ്. ഈ സ്കിൻ കെയർ പ്രോഡക്ട്സ് ഉപയോഗിച്ചിട്ട് എനിക്ക് ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഐ എം വെരി ഹാപ്പി വിത്ത് ദീസ് പ്രോഡക്ട്സ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വ്ളോഗ് ഇടാമെന്ന് തന്നെ വിചാരിച്ചത്. ഇതേപോലെ കുറേ ബ്രാൻഡ്സിൻ്റെ ഞാൻ ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ റിവ്യൂസ് ഞാൻ ഇടാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പ്രോഡക്ട്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ബൈ.